ഹലോ ഗൈസ്, പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദർശ് ഇന്ന് അനാമികയുടെ അച്ഛനോട് അനാമികയുടെ ഫോട്ടോസൊക്കെ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേന് അനാമികയുടെ അച്ഛൻ പറയും, ആദ്യം സ്വന്തം അനിയനെ അങ്ങ് നന്നാക്കാൻ നോക്ക്, അത് കഴിഞ്ഞ് മതി ഞങ്ങളുടെ മകളുടെ പുറകെ നടന്ന് നന്നാക്കുന്നതെന്ന്. പിന്നെ ഈ ഫോട്ടോ കണ്ട കാര്യമൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതുപോലൊരു ക്യാമറയായിട്ട് നിങ്ങളുടെ അനിയൻ്റെ പുറകെ ഞാനും ഇറങ്ങിയാലേ ഇതിലും വൃത്തികെട്ട ഫോട്ടോസൊക്കെ കിട്ടും. ഒരു മുറിയിൽ രണ്ടുപേരും അടച്ചിരുന്ന് വർത്താനം പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞതാണ്. നന്ദുവിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അന്നേരത്തേന് ആദർശ് പറയും, എൻ്റെ അനിയൻ അങ്ങനെ വൃത്തികെട്ട സ്വഭാവമൊന്നുമില്ല, അതുതന്നെയല്ല നന്ദുവും അങ്ങനത്തെ സ്വഭാവക്കാരിയൊന്നും അല്ലെന്ന് പറയും. അപ്പോൾ എൻ്റെ മോക്കാണോ കുഴപ്പം? ഇനി വന്ന് ആദർശ് എൻ്റെ മോളെയാണല്ലോ മുഴുവൻ കുറ്റം പറയുന്നത്. ആദ്യം സ്വന്തം അനിയനോട് പറ അവൻ്റെ കടമകൾ ചെയ്യാനായിട്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ പാലുമായിട്ട് എൻ്റെ മകളെ നിങ്ങളുടെ അനിയൻ്റെ മണിയറയിലേക്ക് ചെന്ന് അന്ന് തന്നെ അവൻ മുഖം തിരിച്ചതാണ്. അത് പിന്നെ ഇതുവരെ അവൻ്റെ കടമകളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവളവിടെ സുഹൃത്തുക്കളുടെ കൂടെ പുറത്തേക്ക് പോകുന്നത് ഇപ്പോൾ ഇത്ര കുറ്റമായിപ്പോയോ? അവൻ അവളെ കൊണ്ടുപോകാറുണ്ടോ? അനി ഒരിക്കലെങ്കിലും അവളെ പുറത്ത് കൊണ്ടുപോവുകയോ അവൾക്കിഷ്ടമുള്ള ഫുഡ് മേടിച്ച് കൊടുക്കുകയോ സിനിമ കാണിക്കാനോ വല്ലതും കൊണ്ടുപോകുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാത്ത കാരണമാണ് അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തൊക്കെ പോവുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ പുറകെ നടന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തും വീഡിയോ ഒക്കെ എടുത്തും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ അനിയനെ നന്നാക്കുക, അത് കഴിഞ്ഞിട്ട് മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന് എൻ്റെ മകളെ അനിയനോട് പറ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടേക്കാൻ പറയും. ഉടനെ ആദർശ് പറയും, ഞങ്ങളുടെ കുടുംബത്ത് അങ്ങനൊരു കാര്യമില്ല. കല്യാണം കഴിഞ്ഞ പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയും ഡൈവേഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പരിപാടി ഞങ്ങളുടെ കുടുംബത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറയും. പിന്നെ ഈ വീഡിയോ ഒക്കെ തന്നെ കാണിക്കുന്നതിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നുണ്ട്. തൻ്റെ മകളെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ അനിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ട് അനാമികയുടെ അച്ഛൻ അങ്ങ് പോകുന്നുണ്ട്. ആദർശ് ഒരു വിധത്തിൽ അവിടെ നിന്ന് പോരും. പിന്നീട് കാണിക്കുന്നത് നന്ദു ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ഒരു കൂട്ടുകാരി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നത്, വീട്ടുകാരെ പിരിഞ്ഞുകൊണ്ടാണെന്ന്. ശരി, എനിക്കെന്തോ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയും. അതോ വല്ല കാമുകന്മാരും ഉണ്ടോ, അവരെ പിരിഞ്ഞതിൻ്റെ വിഷമമാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് നന്ദു പറയും. അതല്ല, എനിക്കങ്ങനെ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്, അവനെന്നെ എപ്പോഴും വിളിക്കും. അതുപോലെ തന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ വിളിക്കത്തുള്ളൂ, നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അവർക്കാണെന്നേ എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ നന്ദു ഇരുന്ന് ചിരിക്കത്തേ ഉള്ളൂ. എന്നാൽ നന്ദു പറയും, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന്. എനിക്ക് തോന്നി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലടോ എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരി നന്ദുവായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നീട് അനിയാണ് കാണിക്കുന്നത്. അനി ഇരുന്ന് എന്തോ കവിതയൊക്കെ എഴുതുകയാണ്. ആ സമയത്ത് ദേവയാനി അങ്ങോട്ട് കയറി വരും. നീ എന്തെടുക്കുക, വീണ്ടും കവിത കുറിക്കാനൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കും. അത് എൻ്റെ മനസ്സിലൊരു വിങ്ങൽ പോലെ, അപ്പം ഞാനതൊന്ന് കവിതയായിട്ട് എഴുതിയെന്നേ ഉള്ളെന്ന് പറയും. ഇവിടെ എല്ലാവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നീ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താ നിൻ്റെ ഏട്ടന് പറ്റിയത്, അവൻ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ ചോദിക്കും. എനിക്കറിയത്തില്ല, എന്തോ പ്രശ്നമുണ്ട്, ഏട്ടത്തിയായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്ന കേട്ടു എന്ന് പറയും. നിനക്കെന്തോടാ അതൊന്ന് തിരക്കിക്കൂടെ, നിൻ്റെ എല്ലാ കാര്യവും അവൻ തിരക്കുകയും ഓരോന്നും വേണ്ട പോലൊക്കെ നിന്ന് ചെയ്തു തരികയും ചെയ്യുന്നവനല്ലേ, അപ്പം നിനക്കൊന്ന് അന്വേഷിച്ചുകൂടെ അവൻ എന്താ പ്രശ്നമെന്ന്, അതൊക്കെ നിനക്ക് പരിഹരിക്കാൻ ശ്രമിച്ചുകൂടെ എന്നൊക്കെ ദേവയാനി അനിയോട് ചോദിക്കും. അപ്പോഴത്തേനും അനി പറയുന്നുണ്ട്, ഞാനത് തിരക്കിയതാണ്, അപ്പം ഏട്ടൻ പറഞ്ഞത് നീ നിൻ്റെ കാര്യം നോക്കി പോയാൽ മതി, ഇതിനകത്തൊന്നും ഇടപെടണ്ടെന്നാണ് പറഞ്ഞത്, അത് കാരണം ഞാൻ പിന്നെ ഇടപെട്ടില്ലെന്ന് പറയും. എന്നാലും എന്താണ് പ്രശ്നമെന്ന് നിനക്ക് ചോദിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അത് ഏട്ടത്തിയായിട്ട് എന്തോ പ്രശ്നമാണ്, ഇങ്ങനെ പോയാൽ ഡൈവോഴ്സിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നു പറയും. ഡൈവോഴ്സോ എന്ന് ചോദിച്ച് ദേവയാനിക്ക് ആകെ ടെൻഷനാണ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനായിരുന്നു അന്ന് നന്ദുവിൻ്റെ അടുത്ത് വല്യമ്മ വന്നെന്ന് ചോദിക്കും. അത് ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞതല്ലേ, നന്ദുവിനെ ഒന്ന് ഉപദേശിക്കാൻ വന്നതാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും, വല്യമ്മയ്ക്ക് അവരൊന്നും ഇഷ്ടമില്ലായിരുന്നല്ലോ, പിന്നെ വല്യമ്മ എന്താ അവളെ ഉപദേശിക്കാൻ അങ്ങോട്ട് വന്നെന്നൊക്കെ ചോദിക്കും. നിന്നെ ഉപദേശിച്ച നീ അതൊന്നും വക വെക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നെന്നൊക്കെ പറയും. എന്തായാലും ഏട്ടനും ഏട്ടത്തിയായിട്ട് എന്തോ വലിയ പ്രശ്നമുണ്ട്, അതിങ്ങനെ ഒരു ഇതിനൊന്നും പോകുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞ് അനി അകത്തേക്ക് അങ്ങ് പോകും. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദേവയാനി. പിന്നീട് കാണിക്കുന്നത് പോലീസ് ജുവലറിയിലേക്ക് എത്തുന്നതാണ്. അത് കാണുമ്പോഴത്തേന് അഫിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആദർശിനെ കാണണമെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുന്നുണ്ട്. ആദർശിനോട് ചെന്ന് അവർ പറയും, കോഴിക്കോട് വിമാനത്താവളം വഴി കുറേ കള്ള സ്വർണം വന്നിരുന്നു, അത് ഈ ജുവലറി കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിറ്റു എന്നൊരു കാര്യം കേൾക്കുന്നുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതെന്ന് പറയും. അപ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല സാർ, ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, വലിയ ഓഫറുകളൊന്നും
ഒന്നും ഞങ്ങൾ കൊടുക്കാറില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അതെന്തായാലും ഇങ്ങനൊരു കാര്യം കേൾക്കുന്നു, അത് അന്വേഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ടല്ലോ, അത് കാരണം അന്വേഷിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ജ്വല്ലറിയിലും ഞങ്ങൾ തപ്പും എന്ന് പറയുന്നുണ്ട്. അതിന് സാരമില്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കും എന്നൊക്കെ ആദർശ് പറയും. എന്നിട്ട് അവരങ്ങ് പോകും. അത് കഴിയുമ്പോഴത്തേന് അഭി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ അവരെന്താ വന്നെന്നൊക്കെ. പറയും ഇതുപോലെ കള്ള സ്വർണം ആരോ ഇവിടെ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെന്ന് പറഞ്ഞുള്ള കേസുണ്ട്, അതിന് വന്നാന്ന് പറയും. അണ്ണ പറയും, ഏട്ടൻ അവരെ ആട്ടി ഇറക്കണ്ടായിരുന്നു, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറയും. അന്നേരം ആദർശ് പറയും, ഇതുവരെ ആർക്കും ആവശ്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇപ്പം നിന്നെ സംശയമുണ്ട്. കാരണം നീ നേരത്തെ ബ്രാഞ്ചുകളുടെയൊക്കെ ചുമതല നോക്കിയിരുന്നവനല്ലേ, ഇപ്പോൾ സ്റ്റാഫായപ്പോൾ നിനക്ക് കാശിനൊക്കെ ഇച്ചിരി കുറവുണ്ടെന്നറിയാം. അപ്പം നീ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന് പറയും. എൻ്റെ ഏട്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, ഞാൻ ഇവിടുത്തെ ട്രസ്റ്റിൽ ഒരു അംഗമല്ലേ, അപ്പോൾ എനിക്ക് ഈ കമ്പനിയിൽ ഒരു വിഹിതം ലാഭവിഹിതമൊക്കെ കിട്ടുന്നതല്ലേ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ അഭി ഇറങ്ങി അങ്ങ് പോകും. ആദർശ് അപ്പം വന്ന് സ്റ്റാഫിനോടെല്ലാം പറയുന്നുണ്ട്, ഇതുപോലൊരു കേസ് വന്നിട്ടുണ്ട്, ഞാൻ എല്ലാവരെയും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും ഞാൻ നോക്കും, ഇനി നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഞങ്ങൾ മാനേജ്മെൻറ്റ് മുഴുവൻ സ്റ്റാഫിൻ്റെ പോലല്ല, ഒരു കുടുംബത്തിലെ പോലെ എല്ലാവരെയും ഞങ്ങൾ നോക്കിയിട്ടുള്ളവരല്ലേ, അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം അഭിയും കടയിലെ ഒരു സ്റ്റാഫോട് തമ്മിലൊക്കെ നോക്കുന്നുണ്ട്. ആ സ്റ്റാഫിനാണ് ആകെ പേടിയാകുന്നുണ്ട് ആദർശ് പറഞ്ഞതൊക്കെ കേട്ടിട്ട്. പിന്നീട് കാണിക്കുന്നത് അനി ഇങ്ങനെ റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. ആ സമയത്ത് അനാമിക അങ്ങോട്ട് കയറി വരും. അന്നേരം ചോദിക്കുന്നുണ്ട്, നിൻ്റെ ചേട്ടൻ എന്തിനാ എൻ്റെ അച്ഛനെ വിളിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞത്, നിനക്ക് എന്തുവാകാമല്ലോ, പിന്നെ എന്തിനാ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോവുകയോ വല്ല ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. എനിക്കും അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളാരും ഇങ്ങനെ അതിര് വിട്ടൊന്നും പെരുമാറാറില്ലെന്നൊക്കെ പറയും. നിനക്ക് എന്നെ പുറത്ത് കൊണ്ടുപോകാനൊന്നും സമയമില്ലല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ എന്തിലാണ് ഇത്ര കുറ്റം, നീ നന്ദുവായിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങുന്നുണ്ടല്ലോ എന്ന് പറയും. നീ നന്ദുവായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പോകണ്ട, അവൾ നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാന്ന് പറയും. അതിന് അവൾ കാരണം എൻ്റെ കുടുംബം ഇത്രയും നശിച്ചത്, അത് കാരണം ഞാൻ ഇവിടുന്ന് പോകാതിരിക്കുന്നതിന് മെയിൻ കാരണം തന്നെ അവളാണ്. എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് അവൾ ഈ വീട്ടിലേക്ക് കയറി വരുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറയും. നീ എന്തിനാണ് ഇവിടെ പിടിച്ച് തൂങ്ങി നിൽക്കുന്നത്, നിനക്കങ്ങ് പോയിക്കൂടെ എൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പോയാൽ പിറ്റേ ദിവസം തന്നെ അവൾ ഈ വീട്ടിൽ കയറും, അവൾ എൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത് എനിക്ക് സഹിക്കത്തേ ഇല്ലടാ, അത് കാരണം മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലെന്നൊക്കെ പറയും. അന്നേരത്തിന് അനി പറയുന്നുണ്ട്, എനിക്കറിയാം കഴിഞ്ഞ ദിവസമാണെങ്കിലും നീ പോയ ചെറുപ്പക്കാരൻ്റെ കൂടത്തെ തന്നെയാണ് നീ ഇന്നും പോയിരിക്കുന്നത്, നിൻ്റെ ഈ കൂട്ടുകാരനുമായിട്ട് നിനക്ക് കല്യാണത്തിന് മുമ്പേ ബന്ധം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്സിൽ പലരുമായിട്ടും നിനക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയും. ഉടനെ അനാമിയെ ഒന്ന് പതർന്നൊക്കെ ഉണ്ട്. അന്നേരം പറയും, എന്തായാലും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞ് അനാമിക അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ആകെ ദേഷ്യത്തിലും സങ്കടത്തിലും നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.